ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. 79/2026 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപേക്ഷിച്ചുള്ള ഉദ്യോഗാർത്ഥികൾ, അതുപോലെ അപേക്ഷിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ, ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൃത്യമായി താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി, ഇൻ ഹാൻഡ് സാലറി എത്രയാണ് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട്. ഇവിടെ പോസ്റ്റിലെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് 36,500 തുടങ്ങി 89,000 അവസാനിക്കുന്ന സാലറി ആണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൈകളിൽ എത്ര രൂപ കിട്ടും എന്ന് ഓരോ ഉദ്യോഗാർത്ഥിയും ആഗ്രഹിക്കുന്നുണ്ട് അറിയാൻ. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആദ്യമായിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങൾ. ഈ പരീക്ഷ നടത്തുന്ന കേരള PSC ആണ്. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ പോസ്റ്റിന്റെ നെയിം പ്രധാനമായിട്ടും ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ആൻഡ് സബ് എഞ്ചിനീയർ എന്നുള്ളതാണ്. പേ സ്കെയിൽ 36,500 തുടങ്ങി 89,000 അവസാനിക്കുന്നതാണ്. നിലവിലെ വേക്കൻസികൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്, കാരണം നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 ആണ്. ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. നിങ്ങളുടെ സാലറി എത്രയാണ് ഇൻ ഹാൻഡ് വരുന്നത്? നമ്മളിവിടെ ആദ്യം പറയാൻ പോകുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ കയറി പ്രൊബേഷൻ കഴിയുമ്പോൾ അയാൾക്ക് ഏറെക്കുറെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് എന്ന് നമ്മളിവിടെ നോക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ സാലറി നമുക്ക് നോക്കാം. ഇവിടെ സാലറി വാങ്ങുന്ന ഒരാളുടെ സാലറിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ബേസിക് പേ ആയിട്ട് കിട്ടുന്നത് 36,500 രൂപയാണ് അദ്ദേഹത്തിന്റെ ബേസിക് സാലറി. ഇനിയും അദ്ദേഹത്തിന് DNS അലവൻസ് ആയിട്ട് കിട്ടുന്നത് 12,775 രൂപയാണ്. അതുകൂടാതെ ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടുന്നത് 1,460 രൂപയാണ്. ഇനി കൺവീനിയൻസ് അലവൻസ് ആയിട്ട് മാസം കിട്ടുന്നത് 160 രൂപയാണ്. അങ്ങനെ അദ്ദേഹത്തിന് സാലറി ആയിട്ട്, അദ്ദേഹത്തിന്റെ മന്ത്ലി സാലറി ആയിട്ട് വരുന്ന തുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 50,735. അതായത് 50,735 രൂപയാണ് അദ്ദേഹത്തിന്റെ സാലറി, അദ്ദേഹത്തിന് ഉള്ള സർക്കാർ കൊടുക്കുന്ന സാലറി. നമുക്കറിയാം, സർക്കാർ സർവീസിൽ കയറുമ്പോൾ കുറച്ച് ഡിഡക്ഷൻസുകളുണ്ട്. അതായത് നിങ്ങളുടെ വെൽഫെയറിന് വേണ്ടി തന്നെ ഗവൺമെന്റ് നിശ്ചിത തുക മാറ്റി വെക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് കുറച്ച് തുക എടുക്കും. അതുപോലെ തന്നെ ഗവൺമെന്റും ഒരു ചെറിയ തുക അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിഡക്ഷൻ വരുന്നത് നോക്കാം. ആദ്യമായിട്ട് മന്ത്ലി സാലറി ഡിഡക്ഷൻ ആണ് നോക്കുന്നത്. അതിൽ നാഷണൽ പെൻഷൻ സ്കീമാണ്, നിങ്ങൾക്ക് പെൻഷൻ തരാൻ വേണ്ടിയുള്ളതാണ്. അതിൽ 4,927 രൂപയാണ് നിങ്ങളുടെ പിടിക്കുന്നത്. അടുത്തതായിട്ട് പ്രോവിഡന്റ് ഫണ്ടാണ്. ഇതും നിങ്ങളുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അത് 1,000 രൂപ പിടിക്കുന്നു. ഇതേ തുക തന്നെ ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്, അത് 800 രൂപയാണ് നിങ്ങളിൽ നിന്ന് പിടിക്കുന്നത്. അടുത്തത് ജീവൻ രക്ഷാ സ്കീം എന്ന് പറയുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വെൽഫെയർ സ്കീമാണ്. അതിന് 1,000 രൂപ ഡിഡക്ട് ചെയ്യും. ഇനി സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ ഇദ്ദേഹം കൊടുക്കുന്നത് 1,000 രൂപയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റഡ് ആവുന്നത് 8,727 രൂപയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം നിങ്ങളുടെ വെൽഫെയറിന് വേണ്ടി തന്നെ നൽകുന്ന എമൗണ്ട് ആണ്, അല്ലാതെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഡിഡക്ട് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും, അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് 50,735 രൂപയാണ്. ഡിഡക്ഷൻ എന്ന് പറയുന്നത് 8,727 രൂപയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ആവുന്ന സാലറി എന്ന് പറഞ്ഞാൽ 42,008 രൂപയാണ്. ഒരു മാസം തുടക്കത്തിൽ തന്നെ 40,000-ന് മുകളിൽ സാലറി കിട്ടുന്ന ഒരു അട്രാക്റ്റഡ് ആയ പോസ്റ്റ് ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, HRA എന്ന് പറയുന്നത്. അത് എവിടെ നിങ്ങൾ താമസിക്കുന്നു എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇനി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ സാലറി പ്ലസ് DAയുടെ ശതമാനമാണ് കണക്കാക്കുന്നത്. അതിൽ പഞ്ചായത്തിലാണെങ്കിൽ 4%, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 6%, കോർപ്പറേഷൻ ആണെങ്കിൽ 10%. ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ HRA കണക്കാക്കുന്നത്. ഇവിടെ പഞ്ചായത്തിൽ HRA വരുന്നത് ഏതാണ്ട് 1,460 രൂപയാണ്. അതായത് ഗ്രോസ് പേയുടെ എമൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി മുനിസിപ്പൽ രീതിയിലേക്ക് വരികയാണെങ്കിൽ HRA വരുന്നത് 2,190 രൂപയാണ്. ഇനി കോർപ്പറേഷനിലേക്ക് വരുവാണെങ്കിൽ 3,650 രൂപയും നമുക്ക് എന്തായിട്ട് വരുന്നു, HRA വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനിയും പഠിക്കുക എന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു തസ്തിക നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അത്യാവശ്യം നല്ല സാലറി ഉള്ളൊരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങുക. അതിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഏണസ്റ്റ് അക്കാഡമി നൽകുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവുന്ന ഫില്ല് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.